ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSSയിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം SITക്ക് കൈമാറി. കൊല്ലം വിജിലൻസ് കോടതിയാണ് കൈമാറിയത്. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെ ആശുപത്രി മാറ്റണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവ് വരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകും. കൊടിമര പുനഃപ്രതിഷ്ഠാ വിവാദ കേസെടുക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായുള്ളത്. അനന്തൻ, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വളരെ നിർണായകമാണ്. 2000-ന്റെ തുടക്കത്തിൽ 98-99 കാലത്ത് പൊതിഞ്ഞ സ്വർണവും അതിനുശേഷം ഉള്ള സ്വർണവും അതിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നിർണായകമായ വിവരങ്ങളായി അറിയാനിരിക്കുന്നു. ഈ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഈ തൊണ്ടിയുമായി ബന്ധപ്പെട്ട എന്ത് നടപടികൾ ഇനി അടുത്തത് എടുക്കണം എന്ന കാര്യം SIT പരിഗണിക്കുക? അഭിലാഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു പരിശോധനാ ഫലമാണ് VSC ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതി SITക്ക് കൈമാറിയിരിക്കുന്നത്. VSC നൽകിയ ശാസ്ത്രീയ പരിശോധനാ ഫലം അതിപ്പോൾ SITയുടെ പരിഗണനയിലാണ്. SIT അത് പരിശോധിക്കുകയാണ്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് സംബന്ധിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാണ്. കാരണം 2019 ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ ദ്വാരപാലക പാളികളും ഒപ്പം തന്നെ കട്ടളപ്പാളിയിലും അതിൽ എന്ത് തരത്തിലുള്ള കൃത്രിമമാണ് നടത്തിയത്, അവിടെ എന്താണ് അതിന് സംഭവിച്ചത്, അത് കൊണ്ടുപോയ ശേഷം അതിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി അതിൽ വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ, അതല്ല അപ്പാടെ ആ പ്ലേറ്റ് മാറ്റി പുതിയ പ്ലേറ്റിൽ സ്വർണം പൂശി കൊണ്ടുവച്ചതാണോ, ഇത് രണ്ട് കാര്യങ്ങളാണ് അറിയാനുള്ളത്. അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ശാസ്ത്രീയ പരിശോധന നടത്തിയത്. അത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലെ ശാസ്ത്രജ്ഞന്മാരാണ് 2 മാസം നീണ്ട പരിശോധന നടത്തിയത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ SITയുടെ പരിഗണനയിലുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൂടി വിലയിരുത്തിക്കൊണ്ട് ഉള്ള ഒരു സമഗ്രമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ എന്താണ് VSCയുടെ സീൽഡ് കവറിൽ നൽകിയ റിപ്പോർട്ട് എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. അഭിലാഷ്, ഒപ്പം അനന്തൻ, മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ വാജിവാഹനത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. 2012 രേഖ പുറത്തു വന്നു. കൊടിമരം പുതുക്കിയതുമായി ബന്ധപ്പെട്ട് കൊടിമരം സ്പോൺസർ ചെയ്തതാണ്. കൊടിമരം പുതുക്കാനിടയായ സാഹചര്യം എന്താ, യഥാർത്ഥത്തിൽ കൊടിമരം ദ്രവിച്ചിട്ടാണോ, അടിയന്തര സാഹചര്യം എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കേസെടുക്കാനുള്ള ആലോചന ഉണ്ടോ? ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ, അതായത് ഈ ദ്വാരപാലക പാളികളുടെ വിവാദം വന്ന സമയത്താണ് ശബരിമലയിലെ 2017 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദവും ഉയർന്നു വന്നത്. ആ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി അത് തന്ത്രിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിൻ്റെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് തന്ത്രി അറസ്റ്റിലായ ശേഷം തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വാജി വാഹനം SIT കണ്ടെത്തിയത്. അതിപ്പോൾ കോടതിയുടെ കൈവശമാണ്. അപ്പോൾ അതിൽ എന്ത് ക്രമക്കേടാണ് നടന്നതെന്ന് വിശദമായി പരിശോധിക്കുകയാണ് SIT ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവ് വരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ വേണ്ടി ഇന്ന് അല്ലെങ്കിൽ തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ വാജി വാഹനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഏതായാലും തന്ത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാകും. നിലവിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രാഥമികമായ പരിശോധനകൾ SIT പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു കേസെടുത്ത് അതിൽ പ്രത്യേകം ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. അപ്പോൾ അക്കാര്യം തിങ്കളാഴ്ച ഹൈക്കോടതി അറിയിക്കും. ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഈ കൊടിമരം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രത്യേക കേസെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കേസ് അതിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ ആശുപത്രി മാറ്റമാണ്. അത് സംബന്ധിച്ച് ഇന്നൊരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് സാധ്യത. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക വിവരമാണ്. അതിൽ VSCയിൽ നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. മൊത്തം സംഭവ വികാസങ്ങളുടെ ചുരുളഴിക്കാൻ പര്യാപ്തവുമാണ്.